ഓട്ടോ യാത്രയുടെ വേറിട്ട കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പുതിയൊരു ചാനലാണ്. ഈ ഓട്ടോ യാത്രയിൽ കാണുന്ന വേറിട്ട കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മളെ അതിരപ്പള്ളി ലക്ഷ്യമാക്കിയാണ് പോണേ. ഇന്ന് ഈ മഴയൊക്കെ കണ്ടപ്പോ നല്ലൊരു വൈബാണ് മഴയുടെ. അപ്പോ ഈ ഗ്രാമക്കാഴ്ചകൾ തേടി ഇങ്ങനെ നമ്മള് മന്ദം മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ചൗക്ക കഴിഞ്ഞപ്പോ ഇത് എവിടേക്കാ? അതിരപ്പള്ളി റോട്ടിലേക്ക് കടക്കാണ്. ഇതിപ്പോ നമ്മുടെ എലിഞ്ഞിപ്ര എന്നുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്കൊരു ഫേമസ് ആയിട്ടുള്ളൊരു കടയുണ്ട്, വാസുവേട്ടന്റെ കട. അതിന്റെ മുന്നിൽ കൂടെയാണ് പോണേ. ഇവിടെ ഉച്ചക്ക് ഊണിന് ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് ആളുകൾ, സീറ്റൊക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ഒരുപാട് വണ്ടികളും ആൾക്കാരെയും കാണാൻ ഈ ഇടത്തെ സൈഡിൽ കാണുന്നതാണ് ആ കട. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മളിപ്പോ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് അതിരപ്പള്ളി റോട്ടിലേക്ക് കടക്കുകയാണ്. എലിഞ്ഞിപ്ര എന്ന സ്ഥലത്ത് നമ്മൾ മനോഹരമായ കാഴ്ചകൾ കാണുന്നത്. ഇതാ കണ്ടോ, റംബൂട്ടാൻ. ഇവിടെ റംബൂട്ടാൻ ഒരുപാടുള്ള സ്ഥലമാണ്. ഇത് 150 രൂപ കിലോ ആയിട്ട് നല്ല പഴുത്ത റംബൂട്ടാൻ വിൽക്കുന്നത്. അത് ഈ സൈഡുകളിലൊക്കെ കാണാട്ടാ. അത് പല വീട്ടുകാരും അവരുടെ ഉൽപ്പന്നമാണ് അവരുടെ കൃഷി സ്ഥലത്ത് നിന്ന് പൊട്ടിച്ച് ഈ അതിരപ്പള്ളി റോട്ടിൽ വെച്ചിട്ട് വിൽക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ സഞ്ചാരികൾ ഇതുവഴി വരുന്നവര്, അതിരപ്പള്ളി പോയി വരുന്നവരും പോകുന്നവരും ഒക്കെ അതിങ്ങനെ വാങ്ങുന്നുണ്ട്. നല്ല പഴങ്ങളാണ്. ഇപ്പൊ നമ്മള് അതിരപ്പള്ളി രണ്ട് സൈഡും തേക്കങ്ങാടിനുള്ളിൽ കൂടെയാണ് ഇനി കിടക്കുന്നത്. ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ, ഇവിടെ തന്നെയല്ല റോഡ് സൈഡുകളിൽ നമ്മള് പ്ലാസ്റ്റിക് വലിച്ചെറിയാൻ പാടില്ല. അവര് വനത്തിൽ പ്രത്യേകിച്ചും വന നശീകരണം ആണ്. അത് കാട്ടുമൃഗങ്ങൾ വന്ന് അത് ഭക്ഷിച്ചു കഴിഞ്ഞാല് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ. നമ്മളിതാ വനത്തിനുള്ളിൽ കൂടെ ഉള്ള യാത്രയാണ്. വളവും തിരിവുകളും തിരിഞ്ഞ് അതിരപ്പള്ളിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നല്ല മനോഹരമായ കാഴ്ച. മഴ ചാറിക്കൊണ്ട് നിൽക്കുന്നു. ഇപ്പോൾ വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമൊക്കെയാണ്. ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. ഒരു ചെറിയ ഇറക്കം. സഞ്ചാരികളുടെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. തുമ്പൂർമുഴി ഗാർഡനൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോവാണ്. അപ്പോഴും നമ്മൾക്ക് ഇവിടെ ബോർഡ് കാണാട്ടോ, ആനകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ പോകണമെന്നൊക്കെയാണ് പറയുന്നത്. ഓ, അതിരപ്പള്ളി ഇതാ ഇവിടെ നല്ല ബ്ലോക്കാണ്. എന്തോ പണി കിട്ടി. വണ്ടികള് ഇങ്ങനെ കിടക്കാണ് ബ്ലോക്കായിട്ട്. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന് അറിയില്ല. നോക്കാം, നമുക്ക് ശ്രമിക്കാം. വണ്ടികൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എപ്പോഴും മുന്നിൽ നീണ്ട നിരയാണ്. ഓ, ഇത് നീണ്ട നിര, നോക്കത്താ ദൂരത്തോളം വണ്ടികളാണ്. നമ്മളിപ്പോ അതിരപ്പള്ളി യാത്രയില് ഇപ്പൊ തുമ്പൂർമുഴി ഡാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ വലിയ ബ്ലോക്കാണ്. കുറെ നേരമായി ഇപ്പൊ ഇവിടെ നിൽക്കണേ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നു തോന്നുന്നില്ല. നമ്മൾക്ക് തിരിച്ച് ഇവിടെ പുഴയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോവാന്നാണ് വിചാരിക്കണേ. ഇനിയിപ്പോ എന്തായാലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നല്ല മഴയുണ്ട്. എന്താ പറ്റിയണെന്ന് അറിയില്ല. ആക്സിഡന്റ് ആണോ, വല്ല മരങ്ങൾ വീണതാണോ എന്താണെന്നറിയില്ല. അപ്പോൾ നീണ്ട നിരയാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് തിരിക്കാം. ഇതിപ്പോ നമ്മുടെ പുറകിലുള്ളവരൊക്കെ തിരിച്ചു പോവാണ്. അവരെ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ തിരിച്ചു പോവാണ്. കണ്ടോ, ആ ബ്ലോക്ക് നമ്മുടെ പുറകിൽ നിന്നായിരുന്ന വണ്ടികളാണ് ഇപ്പൊ അങ്ങോട്ട് കയറി പോണേ. നല്ല ബ്ലോക്ക് തന്നെയാണ്. വണ്ടികൾ താഴെ
പഴയന്ന് ഇങ്ങനെ കിട്ടി കുറച്ച് ചെറിയൊരു അനക്കം ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് കയറി വരാം. പക്ഷെ മുൻഭാഗത്ത് നല്ല ബ്ലോക്കാണ്, വണ്ടി അനങ്ങുന്നില്ല. അപ്പൊ നമ്മൾ അവിടെ നിന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മള് ഈ മഴയുടെ വൈബ് ആസ്വദിക്കാൻ പറ്റണ അടുത്ത സ്ഥലം ഏതാണെന്ന് നമുക്ക് നോക്കി നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പൊ നമ്മളെ അതിരപ്പള്ളി എത്താത്തപ്പോ തിരിച്ചു പോന്നു. ഭയങ്കര ബ്ലോക്ക്, നീങ്ങളില്ല. അപ്പൊ തിരിച്ചു വരുന്ന വഴിയിൽ മനോഹരമായ ഒരു ഹോട്ടൽ കണ്ടു. നമ്മൾ അങ്ങോട്ട് പോയിപ്പോ കണ്ടായിരുന്നു. അപ്പൊ അവിടെ നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് ആ തണുപ്പൊക്കെ മാറ്റിയിട്ടൊന്ന് പോവാന്ന് വിചാരിച്ചു. നല്ലൊരു ചായയും ഒരു വെജിറ്റബിൾ കട്ട്ലറ്റ്. പുറത്ത് നല്ല മഴ, നല്ല വൈബ്. തിരിച്ചു പോരാണ്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു വളവ്, ചക്കരപാണി വളവ്. അവിടെ നിന്ന് ഉള്ളിൽ പോയാൽ നമ്മൾക്ക് നമ്മൾ ഉള്ളിലേക്ക് കടക്കാണ്. അപ്പോൾ നമുക്ക് ആ പുഴയോരത്തെത്താം. അത് ആ വിരിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ ചക്കരപാണിയിൽ നിന്ന് തിരിഞ്ഞു വന്നു. ആ വിരിപ്പാറ ബോർഡ് കാണുന്നുണ്ട്. പാലം, ഒരു ആ പാലം കടന്ന് വിരിപ്പാറയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വഴി അങ്ങനെ ഇറങ്ങി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. മഴ എപ്പോഴും ചാറി ചാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ വിരിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പുഴയാണ് കാണുന്നത്. അപ്പോൾ ആ പുഴയിലേക്കൊന്ന് കുറച്ചൊന്ന് ഇറങ്ങി നോക്കാം. കുളിക്കാനുള്ള സെറ്റപ്പിലൊന്നല്ല വന്നിരിക്കുന്നത്. ഞാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു വഴിയാണ്, നല്ല വഴുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ വീഴാതെ നോക്കണം. മഴയുള്ള സമയത്ത് ഇതിൽ പോകുന്നത് ദുഷ്കരമാണ്. നല്ലൊരു ലുക്കാണ്. വേണ്ടോ ആ സൈഡിലുള്ള മലനിരകളും അവിടുത്തെ കൃഷിയും എന്താണെന്നറിയില്ല. അത് പുഴയുടെ അക്കരെയാണ് കാണുന്നത്. വിരിപ്പാറ എന്നുള്ള പേര് അനർത്ഥമാക്കിക്കൊണ്ട് നിറയെ വിരിച്ച പാറകളാണ്. ആഹാ, എന്താ വൈബ്. അതവിടെ റീൽസ് ചിത്രീകരണമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ചു പോരാണ്. അവിടെ നിന്നാലും ഇവിടെ പോരാൻ തോന്നില്ല, എന്നിരുന്നാലും തിരിച്ചു പോരാണ്. മഴ ഇല്ലാത്ത സമയത്ത് വരണം. ആ മഴയില്ലാത്ത സമയത്തും കൂടി വന്നാൽ നമുക്കിവിടെ കുളിക്കാം. മനോഹരമായ സ്ഥലം.